ഹല്ലേലൂയ. യേശു നിങ്ങളെ അറിയുന്നുണ്ടോ? ഭൂമിയിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ, ഒരു ജില്ലയിൽ, ഒരു ദേശത്തിൽ എവിടെയോ ആയിരിക്കുന്ന എന്നെ യേശു അറിയുന്നുണ്ടോ? അഥവാ നിങ്ങളെ യേശു അറിയുന്നുണ്ടോ? സർവശക്തനായ ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, സകലത്തെയും ഉള്ളവയിൽ വഹിക്കുന്ന ദൈവം, വാക്കുകളാൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ഓരോരുത്തരെയും കർത്താവ് അറിയുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44 മുതൽ ഉള്ള വചനങ്ങൾ. ഗലീല കടപ്പുറത്ത് നിന്ന് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം ബെത്സയിദക്കാരനായ നദനിയേലിനെയും ഫിലിപ്പോസിനെയും കാണുന്ന സന്ദർഭം. നദനിയേലിനോട് കർത്താവ് പറയുകയാണ്, നീ അത്യവൃക്ഷത്തിന്റെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കളങ്കമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും നടപ്പും നമ്മൾ എവിടെ ഇരുന്നു എന്നുള്ളതും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും കർത്താവിന് അറിയാം. ഹല്ലേലൂയ. വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. പക്ഷവാതക്കാരനെയും കൊണ്ട് കുറേ വ്യക്തികൾ യേശു കർത്താവിന് മുൻപിലേക്ക് വരുന്നു. ആ യേശു കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് കണ്ട ജനക്കൂട്ടത്തിനിടയിലുള്ള ശാസ്ത്രിമാർ, ഇവൻ എന്താണ് ഈ ദൈവദൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഉള്ളം കൊണ്ട് ചിന്തിച്ചു. ഈ ഉള്ളം കൊണ്ട് ചിന്തിച്ച ഒരു കാര്യം അടുത്ത വചനത്തിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ശാസ്ത്രിമാരുടെ നിരൂപണം കർത്താവ് അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള മറുപടിയും യേശു കർത്താവ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നിലവുകൾ, ചിന്തകൾ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് അറിയുന്നു. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന നിങ്ങളുടെ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ കർത്താവ് സാധിപ്പിച്ചു തരും. ഈ സമയത്ത് നിങ്ങൾ വേദനപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ വേദനയുടെ അവസ്ഥകൾ മാറ്റി കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ സന്തോഷ സമാധാനം കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ വേദനപ്പെടുത്തുന്ന സങ്കടങ്ങളാണോ, ആ സങ്കടങ്ങളെല്ലാം എൻ്റെ കർത്താവ് ഇന്ന് നീക്കി തരാനായിട്ട് പോവുകയാണ്. സങ്കടമാണോ, സന്തോഷമാണോ, സന്തോഷത്തിൻ്റെ നിറവാണോ, കുട്ടി കുട്ടി ആഗ്രഹങ്ങളാണോ, വലിയ വലിയ ആഗ്രഹങ്ങളാണോ, ഇതെല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു. നിങ്ങളുടെയും എൻ്റെയും നിലവുകൾ അറിയുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ശമര്യക്കാരത്തി സ്ത്രീയോട് കർത്താവ് കിണറ്റിൻ കരയിലിരുന്ന് സംസാരിക്കുന്ന വചനഭാഗമാണത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന ശമര്യക്കാരത്തി സ്ത്രീ, ഉള്ളു തകർന്നിരിക്കുന്ന ആ സ്ത്രീയുടെ എല്ലാ പാസ്റ്റും എല്ലാ കാര്യങ്ങളും കർത്താവ് റിവീൽ ചെയ്യുന്നത് മുഖാന്തരം പിന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ ചരിത്രമാണ്. ആ ശമര്യക്കാരത്തി സ്ത്രീ ജാതികളുടെ പട്ടണമായ ശമര്യയെ മുഴുവനായും നേടുന്നത് കർത്താവിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ അവളുടെ പാസ്റ്റിനെ പറഞ്ഞ്, ഞാൻ രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്, എന്നോട് സുവിശേഷം പറഞ്ഞിട്ടുള്ള ബ്രദർ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെറുപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും ആത്മാവിൽ എന്നോട് പറയുകയും അവനെ ഒരു രൂപാന്തരത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നത്. അന്ന് മുതൽ ശമര്യക്കാരത്തി സ്ത്രീ എന്ന് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നീ ഉള്ളത് നിന്റെ ഭർത്താവിന്റെ കൂടെയല്ല എന്നുള്ള കാര്യം കർത്താവ് പറയുന്നു. ആ കാര്യം അതുവരെയും അവളുടെ അഡ്രസ്സ് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുശേഷം അവളുടെ അഡ്രസ്സ് മാറി. അവൾ വലിയ സുവിശേഷകയായി, ലോകം കണ്ട, ചരിത്രം കണ്ട, ഇന്നും അനേക ദൈവദാസന്മാർ, അഭിഷിക്തർ പ്രസംഗിക്കുന്ന ഒരു വലിയ സുവിശേഷകയായിട്ട് ശമര്യക്കാരത്തി മാറി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും പാസ്റ്റ് അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു കർത്താവ്, ഇന്നലെ എന്തുമായിക്കൊള്ളട്ടെ നാളെ നീ എന്താവണമെന്ന് ചിന്തിക്കുന്ന, അത്ഭുതകരമായി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ ഒരു അവസ്ഥ വരട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ശമര്യക്കാരത്തിയുടെ അഡ്രസ്സ് മാറിയതുപോലെ, അവളുടെ റലം മാറിയതുപോലെ, അവളുടെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പാസ്റ്റ് അറിയുന്ന ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റിയാട്ടെ. ശമര്യക്കാരത്തിയെ പോലെ കർത്താവ് ഞങ്ങളോടൊന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ വിലയുള്ളവരാണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ വിലമതിക്കാത്ത ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമാണോ? നമുക്ക് എങ്ങനെ അറിയാം? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29-30 വചനങ്ങൾ. കാശിന് 2 കുരിക്കിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കൂരികിലേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആരുടെ കയ്യിലാണ് എണ്ണമുള്ളത്? നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ. അത് അവനറിയാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്നാണെങ്കിൽ നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ ആത്മാവും അവനെ എത്ര വിലപ്പെട്ടതായിരിക്കും. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ കരങ്ങളിൽ എത്ര സുരക്ഷിതമായിരിക്കും. ഈ വചനത്തെ ഒന്ന് ഏറ്റെടുത്താട്ടെ, ഈ വചനത്തെ മുഴുവനായിട്ടൊന്ന് ഗ്രഹിച്ചാട്ടെ. നമ്മുടെ തലയിലെ മുടി പോലും അവൻ്റെ സന്നിധിയിൽ എണ്ണപ്പെട്ടിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവും നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ നടപ്പും നമ്മുടെ കിടപ്പും നമ്മുടെ എല്ലാം ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര വിലപ്പെട്ടതാണ്. എത്രത്തോളം എണ്ണപ്പെട്ടിരിക്കും, എത്രത്തോളം അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും, എത്രത്തോളം അവൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും, എത്രത്തോളം നമ്മളെ കരം പിടിച്ചവൻ നടത്തിക്കൊണ്ടിരിക്കും. ഇതൊന്ന് വിശ്വസിച്ചാട്ടെ. നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെ പോകുന്ന അവസ്ഥയാണെങ്കിലും, മരണത്തിന്റെ താഴ്വരയിലാണെങ്കിലും, കൂരിരുൾ താഴ്വരയിലാണെങ്കിലും, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും, ആരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളെ കേൾക്കാൻ ആരുമില്ലയോ? നിങ്ങളോട് സംസാരിക്കാൻ ആരുമില്ലയോ? മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്ന് അറിയാത്ത അവസ്ഥയാണോ? എന്നാൽ ഇതെല്ലാം കാണുന്ന അവന്റെ സന്നിധി മുൻപാകെ നിങ്ങളുടെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. നിങ്ങളുടെ ഉൾക്കാഴ്ചയിൽ ഇതൊന്ന് പതിയട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും രോമം പോലും മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും നമ്മുടെ രക്ഷയും
അവന്റെ സന്നിധി മുൻപാകെ എത്ര വലിയതാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പാപത്തിൽ വീണുപോയി. നമ്മൾ ഇപ്പോൾ ദൈവഹിത പ്രകാരമല്ല, വചനപ്രകാരമല്ല നടക്കുന്നത്. നിങ്ങളെ കർത്താവ് അറിയുന്നുണ്ടോ? വചനം പറയുന്നു, കോഴി കൂകുന്നതിന് മുൻപേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ പത്രോസിനോട് പറഞ്ഞ വചനഭാഗം. പത്രോസ് അത് കഴിഞ്ഞ് എന്തായി തീർന്നു എന്നുള്ളതും ചരിത്രം പറയുകയാണ്. നിങ്ങൾ തള്ളിപ്പറഞ്ഞവരാണോ? നിങ്ങൾ കർത്താവിൽ നിന്ന് ദൂരെ മാറി ജീവിക്കുന്നവരാണോ? പാപം ചെയ്ത് ദൈവത്തോട് അടുത്തുകൂടാതെ വണ്ണം കർത്താവിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾക്കുള്ള സദ്വർത്തമാനമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് ഈ നാളുകളിൽ തിരയുകയാണ്. നിങ്ങളെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ, നിങ്ങളെ ഒന്ന് ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമാക്കി തീർക്കാൻ. റാഹാബ് എന്ന് പറയുന്ന വേശ്യയെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, വിക്കനായ മോശയെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, പാപം ചെയ്ത ദാവീദിനെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, ഹല്ലേലൂയ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, വിധവയായിരുന്ന രൂത്തിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇടയന്മാരെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, കഴുതയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, യോഹന്നാൻ സ്നാപകനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, അവനെപ്പറ്റി പറയുന്ന അവൻ്റെ വാസം മരുഭൂമിയിലായിരുന്നു എന്നുള്ളതാണ്. മരുഭൂമിയിലും റോഡിലുമൊക്കെ കിടക്കുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ അറിയാം. ആ വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, ടാക്സ് കളക്ടറായിരുന്ന മത്തായിയെ ദൈവം, കൊലപാതകിയായ ശൗലിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, എനിക്കും നിങ്ങൾക്കും വകയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളോ നമ്മുടെ കുരുത്തക്കേടുകളോ, നമ്മൾ ദൈവത്തോട് എതിർത്ത് നിന്നതോ, പദ്ധതി പ്രകാരം നടക്കാത്തതോ, ദൈവവചനത്തിന് എതിരായി നിന്നതോ, ഇതൊന്നും അവൻ്റെ സന്നിധി മുൻപാകെ നീതീകരണത്തിന് തടസ്സമായി നിൽക്കുകയില്ല. നിങ്ങൾ അടുത്ത് വരുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ പൊന്നോമന പോലെ കെട്ടിപ്പിടിച്ചിരിക്കുവാൻ അവൻ ഇതിനൊന്നും ഒരു തടസ്സമല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. പത്രോസ് തള്ളി പറഞ്ഞതിന് ശേഷവും പത്രോസിനെ ഉയർത്തിയ ദൈവകരം നിങ്ങളുടെ എല്ലാ കുറവുകളും, നിങ്ങളുടെ എല്ലാ ഇല്ലായ്മയും നിരാശയും പോക്കി നിങ്ങളെ ഉയർത്തുന്ന ഒരു കാലഘട്ടം ഈ ദിവസങ്ങളിൽ വരാനായിട്ട് പോവുകയാണ്. വിശ്വസിച്ചാട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഈ വചനത്തെ ഒന്ന് ഏറ്റെടുത്ത് വിശ്വസിച്ചാട്ടെ. ഇന്നും നാളെയുമായി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെ ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ദൈവം കൈകളിലെടുത്ത് ഉയർത്താനായിട്ട് പോവുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിച്ച് വഴി നടത്താനായിട്ട് പോവുകയാണ്. ഇത് പൂർണ്ണമായി ഒന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുമോ? യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നു, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച്, നഗരത്തിൽ ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. ഹല്ലേലൂയ. നീടുകളെല്ലാം യേശു കർത്താവ് ഈ ദിവസങ്ങളിൽ സാധിപ്പിച്ച് തരാനായിട്ട് പോവുകയാണ്. മാളിക മുറി ഒരുക്കേണ്ടത് എവിടെയാണ്, പെസഹയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടത് എവിടെയാണെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോഴാണ് കർത്താവിൽ നിന്ന് മറുപടി വന്നത്, നിങ്ങൾ നഗരത്തിൽ ചെല്ലുക, ഒരു വ്യക്തിയെ നിങ്ങൾ എതിർപ്പെടും, ആ വ്യക്തി ഒരുക്കിയിരിക്കുന്ന മാളിക മുറികളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ കയറാറുണ്ടോ? ഇല്ലല്ലോ. അതിനേക്കാൾ ജെന്റിലാണ് യേശു കർത്താവ്. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധി മുൻപാകെ നമ്മൾ പറയുമ്പോൾ അത് അവിടെ നിന്ന് ഗ്രാൻഡ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ യേശു കർത്താവിനോടൊന്ന് അറിയിച്ചാട്ടെ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കർത്താവെ? ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ എന്ത് ചെയ്യണം? എവിടെ പോകണം? ഏത് നഗരത്തിൽ പോകണം? ഏത് വ്യക്തിയുടെ മുൻപിൽ പോകണം? എങ്ങനെ അത് സാധിപ്പിച്ചെടുക്കണം? നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഓരോരോ വ്യക്തികളും അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയൊന്ന് സംസാരിക്കുവാൻ, യേശു കർത്താവുമായി സംസാരിക്കുവാനായിട്ടൊന്ന് സമയം കണ്ടെത്തിയാട്ടെ. മാളിക മുറി ഒരുക്കി കൊടുത്ത യേശു കർത്താവ് നീടുകളെ അറിയുന്നു. ടാക്സ് അടയ്ക്കാൻ പണത്തെ ഒരുക്കി കൊടുത്ത കർത്താവ് ഈ പണവും സാഹചര്യങ്ങളും നീടും എല്ലാം ഈ ദിവസങ്ങളിൽ സാധ്യമാക്കാനായിട്ട് പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളത് വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ശ്രേഷ്ഠാവായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പേരുകളെല്ലാം അവൻ്റെ ഉള്ളം കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് വിശേഷപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധി മുൻപാകെ നിങ്ങൾ എത്ര വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ മകളാണെന്നും മകനാണെന്നുള്ള തിരിച്ചറിവ്, യേശു കർത്താവിനോട് കൂടെ കൂട്ട് സഹോദരനാണെന്നുള്ള തിരിച്ചറിവ്, നമ്മുടെ അവകാശം സ്വർഗത്തിലാണെന്നുള്ള തിരിച്ചറിവ്, ഇതാണ് ഇന്ന് മുതൽ നമ്മുടെ വിടുതലായിട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ആരാണ്, നമ്മളെ കർത്താവ് അറിയുന്നുണ്ടെന്നും നമ്മൾ കർത്താവിൻ്റെ സന്നിധി മുൻപാകെ വിലപ്പെട്ട മുത്താണെന്നും നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ വിടുതലാണ്, നമ്മുടെ അനുഗ്രഹമാണ്. നമ്മുടെ സ്റ്റാറ്റസ് മാറാൻ പോവുകയാണ്, ചിന്താഗതികൾ മാറാനായിട്ട് പോവുകയാണ്, ജീവിത രീതികൾ മാറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ചാട്ടെ. ബൈബിളിലെ വചനങ്ങൾ ഇനിയും ഇനിയും നിറവേറുക തന്നെ ചെയ്യും. ഇന്നും പല വ്യക്തികളും മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ, ശമരിയക്കാരിയെ പോലെ അവളുടെ ജീവിതത്തെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോരോ വ്യക്തികൾക്കും വേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം ഈ ബൈബിളിലെ സന്ദർഭങ്ങൾ പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും അതിശക്തമായി മാറ്റാനായിട്ട് പോവുകയാണ്. യേശു നിങ്ങളെ ഓരോരുത്തരെയും അറിഞ്ഞിരിക്കും. സങ്കീർത്തനം 139 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു.
എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും, സന്നിധി വിട്ട് ഞാൻ ഇവിടേക്ക് ഓടും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-28 വാക്യം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. 1 പത്രോസ് 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. ഒമ്നിപൊട്ടൻ്റ് ആയിട്ടുള്ള ദൈവം, ഒമ്നി സയൻസ് ആയിട്ടുള്ള ദൈവം, സകലത്തെയും അറിയുന്നവൻ, സകലത്തെയും ഉണ്ടാക്കിയവൻ, എല്ലാത്തിനെയും വഹിക്കുന്ന ദൈവത്തിൻ്റെ കൺമുൻപിൽ നീ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ വഹിച്ചിരിക്കുകയാണ്. ആ പ്രിവിലേജോടുകൂടെ, ആ ഉത്തമ ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് തുടങ്ങുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധി മുൻപാകെ വിലയേറിയ മുത്തുകളാണെന്നും സവിശേഷത ഏറിയ മുത്തുകളാണെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാനായിട്ട് തുടങ്ങുക. ഈ ദിവസങ്ങളിൽ എന്നെയും നിങ്ങളെയും അറിയുന്ന കർത്താവ് നമ്മുടെ നിലവുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നടപ്പിനെ, നമ്മുടെ ഇരിപ്പിനെ, നമ്മുടെ കിടപ്പിനെ, നമ്മുടെ സകല പദ്ധതികളെയും അറിയുന്ന കർത്താവ് ദൈവഹിതപ്രകാരം നമ്മളെ വഴി നടത്തും. കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ വഴി നടത്തും. കർത്താവ് ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലാത്തതുപോലെ വലിയ പദ്ധതികൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലാത്ത നന്മകൾ, അനുഗ്രഹങ്ങൾ, സന്തോഷം, സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ നിത്യജീവൻ അവകാശികളാക്കി എന്നും എന്നേക്കും കർത്താവിനോട് കൂടെ വാഴുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു പ്രിവിലേജും കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതൊന്ന് വിശ്വസിച്ചാട്ടെ, ഓരോരുത്തരും ഇത് ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുത്താട്ടെ. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവരെ വന്ന് മൂടട്ടെ. ഇവർ ക്രിസ്തുവിൽ ആരെന്ന് ഇവർക്ക് ഓരോരുത്തർക്കും വെളിപ്പാട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന് പല വെളിപ്പാടും പല ജ്ഞാനവും കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, മൂന്നാം സ്വർഗത്തോളം കർത്താവെ അങ്ങ് പൗലോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ കവി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളും കർത്താവിൽ ഇവർ മറഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യം കിട്ടുന്ന നിലവാരത്തിൽ ദൈവപ്രവൃത്തി ഇവരിൽ വെളിപ്പെടട്ടെ. എല്ലാ വേദനകളും, സങ്കടങ്ങളും, നിരാശ ഈ ദിവസങ്ങളിൽ മാറിപ്പോകട്ടെ. കർത്താവിന്റെ സ്നേഹം ഇവരിൽ വന്ന് നിറയട്ടെ. കർത്താവ് ഇവരോട് കൂടെ നടക്കുന്നു എന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവ് ഇവരോട് കൂടെ വസിക്കുന്നു എന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവർ തിരിച്ചറിയട്ടെ. കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇവർ ഓരോരുത്തരും മനസ്സിലാക്കി കർത്താവെ അതിന് വിലപ്പെട്ട മുത്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ ഇവരുടെ ജീവിതം ഒന്ന് ഇവർ ട്രാൻസ്ഫോം ചെയ്തെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും സകലത്തെക്കാളും ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഇവർക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയുവാൻ തക്കവണ്ണം യേശുവേ അങ്ങയുടെ സ്നേഹം ഇവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവെ അതങ്ങ് കരം വെച്ച് അനുഗ്രഹിക്കണമേ, അതങ്ങ് നടത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ നിലവുകൾ, ഇവരുടെ നടപ്പുകൾ, കർത്താവെ ഇവരുടെ ആവശ്യങ്ങൾ, കർത്താവെ ഇവരുടെ നാളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലാത്തതുപോലെ ഇവരെ ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് ഇവരുടെ മേൽ വലിയൊരു ആത്മസാന്നിധ്യം ഇപ്പോൾ ഇറങ്ങട്ടെ. അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇവർ രുചിച്ചറിയട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇവർക്കും കർത്താവിൽ ശുഭഭാവി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടാകട്ടെ. ഇവരുടെ അക്കക്കണ്ണുകൾ പ്രകാശിക്കട്ടെ. വചനം നിമിത്തം ഇവർക്ക് ബോധ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.